ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മെയിനായിട്ടുള്ള ഉച്ചക്കത്തെ ഊണിൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ. അപ്പോൾ ഇവിടെ ഇന്ന് കുറേ തരം മീൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു മീൻ പിടിക്കുന്ന ആൾ വീട്ടിലോട്ട് തന്നെ വന്നിട്ട് കുറേ മീൻ കാണിച്ചിട്ട് 500 രൂപക്ക് തരാമെന്തോ പറഞ്ഞപ്പോൾ അളിയനെല്ലാം വാങ്ങി എന്നിട്ട് ഇത് വീതം വെച്ച് ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ കരിമീനാണ് എടുത്തത്. കരിമീൻ ഞാൻ കാസർഗോഡ് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് കരിമീനാക്കാമെന്ന് വിചാരിച്ചു. കരിമീൻ പൊള്ളിച്ചതും കരിമീൻ കറിയും ഒക്കെ ആയിരുന്നു. അപ്പം കരിമീൻ കറി, മീനിൻ്റെ ക്ലീനിങ്, പൊള്ളിക്കുന്നത് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കരിമീൻ. ഒന്നാമത് കോട്ടയൊക്കെ മീനിൻ്റെ മീനില്ലാതെ ഒരു ദിവസം ഇവിടെ പോവില്ല, അങ്ങനെയാണ്. അപ്പം ഇതെന്താണ് കൂരി, മറ്റേ ഏട്ടക്കൂരി, മഞ്ഞക്കൂരി എന്നെന്തോ പറയും. പിന്നെ മീനിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഉച്ചക്കത്തെ കാര്യമാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സിസ്റ്ററിൻ്റെ പെങ്ങളുടെ നാത്തൂൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ഇന്ന് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോവും. രാവിലെ പൂരിയും ബാജിയും ഫാനിടല്ല, പൂരി തണുക്കും. അവിയലും ഉണ്ടായിരുന്നു. അങ്ങനെ കരിമീൻ കെട്ടിയോ ഞങ്ങൾ രണ്ടും കൂടി കെട്ടാന്നിട്ട് ഞാൻ കരിമീൻ അങ്ങനെ ആദ്യമായിട്ടാണ് കിട്ടാറ്. ഞാൻ വെട്ടുന്ന ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ആ ഒരു ചെതുമ്പൽ നമ്മൾ സാധാരണ പോവില്ല, കളയണം. ചെത്തി കളഞ്ഞ് പിന്നെ ഒരു കല്ലിൽ വെച്ച് തേക്കുകയൊക്കെ ചെയ്യും. ഇതങ്ങനെ ചെത്തിയിട്ട് ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കരിമീൻ. എന്തായാലും വില കൂടുതലുമാണ്, ടേസ്റ്റുമാണ്. അപ്പം ലാസ്റ്റ് ഞങ്ങളാണ് അത് മുണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഞാനതിന് പൊരിച്ചിട്ട് പൊള്ളിക്കാനുള്ള മുളകൊക്കെ ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഒന്ന് പുരട്ടി വെക്കുന്നത്. അപ്പം ആറ് മീൻ പൊള്ളിക്കാൻ എടുത്തിരുന്നു, 4 മീൻ കറി വെക്കാനും എടുത്തു. അപ്പം പൊള്ളിക്കാനുള്ളതിന് ഞാൻ 4 സവാള, ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളിയൊക്കെ എടുത്തിട്ടായിരുന്നു. ഒരു മീൻ കറി വെക്കാനാണ്. ആദ്യം ഉലുവ പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിലാണ് സാധാരണ മീൻ കറി വെക്കുന്നത്. പിന്നെ മുളക് പൊടി എല്ലാം ഇട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ വേറെ വീഡിയോ ഇടാം. അപ്പം അങ്ങനെ മീനൊക്കെ ഇട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. എന്തായാലും ആ മീനിൻ്റെ ടേസ്റ്റ് വളരെ അങ്ങനെ മീൻകറി ശരിയായിട്ടുണ്ട്. ഇനി പൊള്ളിക്കാനുള്ള അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോര് ഒന്ന് കാച്ചിയിരുന്നു. അതായത് തേങ്ങയൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒരു മോര് കാച്ചി ഉണ്ടാക്കിയിരുന്നു. അടുത്ത പണിയാണ് കരിമീൻ പൊള്ളിക്കൽ. അപ്പോൾ ആദ്യം പൊരിച്ചതിന് ശേഷമാണ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 6 കരിമീൻ എടുത്തിരുന്നു. അങ്ങനെ അതിന് വേണ്ടി 4 സവാള പൊടിയായി അരിഞ്ഞതും 2 തക്കാളി, 2 പച്ചമുളക്,
പിന്നെ വാഴയില വാട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ ഓരോന്നായി പൊരിച്ച് വെച്ചു. അതിന് ശേഷം ആ മീൻ പൊരിച്ച എണ്ണയിലോട്ട് തന്നെയാണ് സവാളയൊക്കെ വഴറ്റി റെഡിയാക്കുന്നത്. പിന്നെ ഒന്നെടുക്കട്ടെ.